Hey, this is me, Casac Benjali. ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ബ്രാൻഡ് എങ്ങനെ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിൻ്റെ സ്ട്രാറ്റജീസ് ഒരു സീരീസ് ആയിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്യുന്നതിൽ ഒന്നാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയയാണ് ദ പേർപ്പസ് ഓഫ് ദ ബ്രാൻഡ്. നിങ്ങൾ ഒരു ബിസിനസ് ബിൽഡ് ചെയ്യാൻ പോകുന്നത്, ഒരു പ്രോഡക്റ്റോ സർവീസോ ബിൽഡ് ചെയ്യാൻ പോകുന്നത്, അതിൽ ആദ്യം ഡിഫൈൻ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഇത് എന്തിന് ബിൽഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്താണ് നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റിലൂടെയോ സർവീസിലൂടെയോ ലോകത്തോട് പറയാൻ പോകുന്നത്? എന്ത് മാറ്റമാണ് നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്? എന്താണ് സമൂഹത്തിന് നിങ്ങൾ ഇതിലൂടെ കൊടുക്കാൻ പോകുന്നത്? എന്തിനു വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു ബിസിനസ് ചെയ്യുന്നു? അത് വളരെ പ്രധാനമാണ് ഒരു ബിസിനസ് ബ്രാൻഡിൽ. സക്സസ്ഫുൾ ആയിട്ടുള്ള ഏതൊരു ബ്രാൻഡ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേർപ്പസ് അതിനകത്ത് കണ്ടെത്താൻ പറ്റും. എന്തിനാണ് ഈ ബിസിനസ്, എന്തിനാണ് ഈ ബ്രാൻഡ് നിലനിൽക്കേണ്ടത്, ഈ ബ്രാൻഡ് കൊണ്ട് സമൂഹത്തിന് ലഭിക്കേണ്ട അൾട്ടിമേറ്റ് പേർപ്പസ് എന്താണ്, സൊല്യൂഷൻ എന്താണ്, എന്ത് പ്രോബ്ലമാണ് നിങ്ങളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്, അത് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഒരു ബ്രാൻഡ് ബിൽഡിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രാറ്റജി നമ്പർ 1. സോ ഒരു പർപ്പസ് ഇല്ലാതെ നമ്മൾ ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബ്രാൻഡിന് ഒരു ലോങ് ലാസ്റ്റായിട്ട് നിൽക്കാൻ പറ്റില്ല, ഒരു സ്ട്രോങ് ബ്രാൻഡായിട്ട് മാറുകയില്ല. സോ ഏതൊരു സക്സസ്ഫുൾ ബ്രാൻഡിനെയും നിങ്ങൾ എടുത്തു കഴിഞ്ഞാലും അവരുടെ പർപ്പസ് ഡ്രിവൺ ആയിട്ടുള്ള ബ്രാൻഡായിരിക്കും. അത് 100 വർഷം കഴിഞ്ഞാൽ പോലും ആ പർപ്പസിൽ ജീവിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത് തുടങ്ങുമ്പോൾ തന്നെ ആ പർപ്പസ് ഡിഫൈൻ ചെയ്യുന്നത് കൊണ്ടാണ്.